സഹൃദയരെ, അടുത്ത ബെല്ലോടുകൂടി ഈ നാടകം ആരംഭിക്കുന്നു. ശങ്കുണ്ണി കോട്ടയം എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ 50 വർഷത്തിലധികമായി മലയാള പ്രൊഫഷണൽ നാടകവേദിയുടെ ശബ്ദവും വെളിച്ചവുമായിരുന്നു ഈ കലാകാരൻ. സുദീർഘമായൊരു കാലം പ്രതിഭാവിലാസം കൊണ്ട് നാടക ആസ്വാദകരെ വിസ്മയിപ്പിച്ച ഒരാൾ. അരങ്ങിൽ അഭിനേതാക്കൾ റാന്തൽ വിളക്കിന്റെയും പെട്രോൾ മാക്സിന്റെയും ഇത്തിരിവെട്ടത്തിൽ മങ്ങിയ കാഴ്ച മാത്രമായി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കാലത്തായിരുന്നു നാടകലോകത്തേക്കുള്ള ശങ്കുണ്ണിയുടെ കടന്നുവരവ്. സ്റ്റേജിൽ പ്രകാശ ക്രമീകരണത്തിന്റെ സാധ്യത കണ്ടറിഞ്ഞ് കാലോചിതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ശങ്കുണ്ണിയാണ്. മറക്കാനാവില്ല നാടകലോകത്തിന് ഈ കലാകാരനെയും ഇദ്ദേഹത്തിന്റെ സംഭാവനകളെയും. കാലങ്ങൾക്കിപ്പുറം ഈ പുതുകാലത്തിൽ നാടകരംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് ശങ്കുണ്ണി കോട്ടയം. ഞാൻ ഹൈസ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു വർഷം പോയി MGTക്ക് പഠിച്ചു. പിന്നെ ഒരു വർഷം ഇലക്ട്രോണിക്കിന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രത്യേക ഒരു ജോലിയില്ല. അന്നേരം ആലോചിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സൗണ്ടിനെ തുടങ്ങാനൊരു പ്ലാൻ ചെയ്തു. ഇങ്ങനെ ചെറിയ തോതിൽ തുടങ്ങിയതാണ്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു ട്രൂപ്പ് കൂടെ വന്നിരുന്നു, TK രാജമാണിക്യത്തിൻ്റെ മധുരദേവി ബാലവിനോദ സംഗീത. അവരുടെ ലൈറ്റിംഗാണ് എന്നെ ഇതിന് പ്രചോദനം തന്നത്. അതായത് ഇപ്പോഴത്തെ കലാലയത്തിൻ്റെ പെർമനൻറ്റ് സ്റ്റേജ് അല്ല, അവർ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് 5-6 മാസം കളിക്കുക. അത് 100-150 പെർമനൻറ്റ് ആക്ടേഴ്സാണ്. അന്ന് ഞങ്ങളുടെ വല്യപ്പൻ വൈദ്യനായിരുന്നുകൊണ്ട് ഇതിനകത്ത് അഭിനയിക്കുന്ന കൊച്ചു പിള്ളേരെ ചികിത്സയ്ക്കായിട്ട് ഇവിടെ വരുമ്പം വിളിക്കും. അങ്ങനെ അങ്ങേർക്ക് മക്കളില്ലാതെ 3 പാസ് കിട്ടും, 1 പാസ് എനിക്ക് തരും. ഞാനങ്ങനെ ആ നാടകം എല്ലാം ഇവരുടെ ദശാവതാരം, ശ്രീകൃഷ്ണലീല, പിന്നെ അവരെല്ലാ നാടകങ്ങളും കാണും. അതൊരു സിനിമ കാണുന്ന പോലെ ഇരുന്നു. അന്ന് എനിക്ക് തോന്നി ഇതിനോടൊരു ഇമ്പം ഈ പിന്നെ നാടകത്തിനോടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എവിടെയെല്ലാം പഠിക്കാൻ സാധിക്കും, എവിടെയെല്ലാം പോയി പഠിക്കും. അന്ന് അധികം ട്രൂപ്പുകളൊന്നും ഇല്ല, എന്നാൽ തന്നെ വരുന്നതിൻ്റെയൊക്കെ കണ്ട് പഠിക്കുകയായിരുന്നു. വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം എൻ്റെ സ്വന്തം ഇതാണ്. ഞാൻ പിന്നെ ഈ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്കും പഠിച്ചതുകൊണ്ട് ഈ സൗണ്ടിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു സാധനം പുറത്തേക്ക് റിപ്പയർ ചെയ്യില്ല. എന്നെ റിപ്പയർ ചെയ്യാൻ പറ്റത്തുമില്ല. എൻ്റെ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുക. അത് പുറത്ത് എവിടെയെങ്കിലും റിപ്പയർ ചെയ്താൽ ടാമ്പർ ചെയ്യാൻ പറ്റില്ല. ആ ആംപ്ലിഫയർ കേട് വരാറില്ല. വന്നെങ്കിൽ പകരം സാധനം അയക്കുകയുള്ളൂ. അങ്ങനെ ഈ രണ്ടും ഞാൻ പഠിച്ചുകൊണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയത്. സാധാരണ മൈക്കാരെല്ലാം പുറത്തോട്ട് റിപ്പയർ ചെയ്യല്ലേ, ഇല്ല, ഒരു സാധനം റിപ്പയർ ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ കണ്ട സ്പോട്ട് ലൈറ്റൊക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. എൻ്റെ എല്ലാ സാധനവും ഞാൻ ഉണ്ടാക്കാം. ഞാൻ സ്വന്തം ട്രൂപ്പ് തുടങ്ങിയപ്പോൾ സൈക്ലോർമ, ഈ ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നത്, തീ എത്തുന്നതൊക്കെ അതിൻ്റെ സിസ്റ്റം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയാണ് പഠിച്ചത്. സെയിൻറ്റ് പോൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ നാടകം ഇറക്കി. ഈ ബൈബിളിലെ ഒരുപാട് നാടകങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അതിലേറ്റവും നല്ലതാണ് ഈ പൗലൂസ്, സെയിൻറ്റ് പോൾ. അതിനകത്താണ് ഒരുപാട് സംഗതികൾ ചെയ്യാറുണ്ട്. ഇടിയും മിന്നലും കലാലയം കാണിക്കുന്നത് കർട്ടനല്ല, ഇല്ല, ഞങ്ങൾ ഒറിജിനൽ ലൈറ്റേ തന്നെ ലൈറ്റിങ് കാണിക്കും. അങ്ങനെ സകല എക്യുപ്മെൻറ്റ്സ് ഞാൻ ഉണ്ടാക്കുക, മേടിക്കാനല്ല. അക്കാരുടെ സൈക്ലോറമാറ്റ് കിട്ടണമെങ്കിൽ ഞാനൊരു കിറ്റിന് തന്നാണ്ട് 20,000 രൂപ. പക്ഷേ ഞങ്ങൾ മദ്രാസിൽ പോയിട്ട് അന്നില്ല, കിട്ടിയില്ല. ഞങ്ങൾ തന്നെ ഉണ്ടാക്കാൻ. നാടക പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് വേദിയിലെ വെളിച്ചവിന്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ശബ്ദ നിയന്ത്രണം എങ്ങനെയാവണമെന്നോ ഉള്ള അറിവുകൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. തമിഴ് നാടകങ്ങൾ കണ്ടു നേടിയ പരിശീലനം മാത്രമായിരുന്നു തുടക്കകാലത്ത് കൈമുതലായി ഉണ്ടായിരുന്നത്. നാടകങ്ങളുടെ ഭാഗമായി ജീവിതം നീങ്ങി തുടങ്ങുമ്പോൾ തന്റെ ജോലിയിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തുകയായിരുന്നു ശങ്കുണ്ണി. ഏറ്റെടുത്ത ജോലി ഭംഗിയായി നിറവേറ്റാനും അതിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാനും ശങ്കുണ്ണിക്ക് കഴിഞ്ഞു. ആദ്യമായിട്ട് ലൈറ്റുമായിട്ട് കേരള തിയേറ്റേഴ്സാണ്, ഇപ്പോൾ പൊന്നുന്ന മൃഗ സാറിന്. അതിന് മുമ്പ് ഞാനൊരു ഒറ്റ നാടകം, അത് പ്രൊഫഷണലല്ല, ഒരു അമേച്ചർ നാടകം, ആർട്സ് ക്ലബിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു നാടകത്തിന് ഒറ്റ നാടകം. അത് കഴിഞ്ഞ് പിന്നെ പ്രൊഫഷണലായിട്ട് തുടങ്ങുന്നത് വർക്കി സാറിൻ്റെ സ്വർഗം നാണിക്കുന്നു വഴി തുറന്നു മനുഷ്യൻ എന്ന് പറഞ്ഞ ആ നാടകത്തിലാണ് പിന്നെ പ്രൊഫഷണലായിട്ട് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നമ്പിള്ള സാറിൻ്റെ ഏകാംഗ നാടകങ്ങൾ, ആദ്യമോ മനുഷ്യൻ എന്നൊക്കെ പറയും, കുറേ ഏകാംഗ നാടകം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് സാറുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ സാറിൻ്റെ പ്രൊഫഷണൽ നാടകം വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഗീത, പ്രതിഭ, KPSC, കാളിദാസൻ, ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നു. പക്ഷേ ഫസ്റ്റ്
പുരുകുന്നമൂരി സാറിൻ്റെ കേരള തിയേറ്റേഴ്സ്. ഈ നാടകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ 4 പ്രാവശ്യം ഓൾ ഇന്ത്യ ടൂർ പോയി. അപ്പോൾ ഈ ഹോളിനെ പറ്റി പഠിക്കാനായിട്ട് ഇന്നത്തെ ലേറ്റസ്റ്റ് എല്ലാ ഹോളിലും, അതിൽ പോകാത്ത ഡൽഹിയിലും കാശ്മീരിലും ബാക്കി എല്ലാ സ്ഥലത്തും വെച്ചാൽ ഒരു ടൂർ എന്ന് പറഞ്ഞാൽ 3 മാസം ഗപ്പിസിലൊക്കെ പോയി കഴിഞ്ഞാൽ വിശ്വഭാരതി തിയേറ്റർ, ഹൈദരാബാദ് അഹമ്മദാബാദിലെ വിശ്വഭാരതി തിയേറ്റർ എന്നൊക്കെ പറയുക ലേറ്റസ്റ്റാണ്. നാടകത്തിൻ്റെ ഡയലോഗ് കേട്ടില്ലെങ്കിൽ എൻ്റെ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ നാടകം പൊട്ടും. ഞാൻ പറയുന്നതിൻ്റെ മറുപടി പറയുന്നത് കേട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി പോകുമ്പോൾ നാടകം ഫെയിലാകും. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഡയലോഗ് കൃത്യമായി കിട്ടിയിരിക്കണം. അപ്പോൾ എക്കോ ഉള്ള ഹോളാണെങ്കിൽ അത് എങ്ങനെ ഈ സ്പീക്കർ പ്രൊവൈഡ് ചെയ്യാൻ ഒക്കുമെന്ന് വെച്ചാൽ ആ സ്പീക്കർ അറേഞ്ച് ചെയ്തിട്ട് ഇതുവരെ 40 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു നാടകം കേൾക്കാൻ പറ്റുന്ന വരികയില്ല. അതിന് പ്രത്യേക രീതിയിലുള്ള നാടകത്തിന് ഞങ്ങൾ എന്ത് സൈസ് സ്പീക്കർ വേണം, എന്ത് സൈസ് മൈക്ക് വേണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ജോലിക്കാരെ വരെ ട്രെയിൻ ചെയ്യാൻ കൊടുക്കാം. ഒരു 6 മാസമെങ്കിലും ഞങ്ങളോട് ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് അയാളെ തനിച്ച് വിടുകയുള്ളൂ. വിട്ടുകൊണ്ട് ഞങ്ങളുടെ പിള്ളേർ ചെയ്യും. എവിടെ വർക്ക് ചെയ്യാലും ഈ ഡയലോഗ് കേൾപ്പിക്കുക എന്നുള്ള മസ്റ്റാണ്. അതങ്ങനെയല്ല, ആ ഡയലോഗ് കിട്ടിയില്ലെങ്കിൽ നാടകത്തിൻ്റെ കണ്ടിന്യൂറ്റി പോയി നാടകം പിടിക്കും. ഭാവനാസമ്പന്നനായ കലാകാരൻ തന്നെയായിരുന്നു ഇദ്ദേഹം. തന്റെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും നാടക സ്റ്റേജ് എന്ന പരിമിതമായ ക്യാൻവാസിൽ വിശാലമായ അർത്ഥത്തിൽ അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തത്. രംഗസജ്ജീകരണങ്ങളിൽ ലൈറ്റും സൗണ്ടും കൊണ്ട് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചു ഈ മനുഷ്യൻ. നാടകം എഴുതി വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നാടകം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒന്നാമത് അത് ഏതെല്ലാം സിറ്റുവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, വീടിനകമാണോ പുറത്താണോ, ഇങ്ങനെ ആ സെറ്റിങ് ഏതെല്ലാം സെറ്റാണ് ഉപയോഗിക്കുന്നത്, അവിടെ പിന്നെ ഏത് ടൈം, പകലാണോ രാത്രിയാണോ, ഇതെല്ലാം നമ്മൾ ഈ നാടകം വായിച്ച് പിന്നെ റിഹേഴ്സലിടുമ്പോൾ ആണ് നമ്മൾ ഈ ലൈറ്റ് ചെയ്യുന്നത്. ആ നാടകം ഓരോ റിഹേഴ്സലിനും ഓരോ രംഗത്തും പ്രത്യേകം ലൈറ്റ് ചെയ്ത് അടുത്ത രംഗം വന്ന് അതിനും പ്രത്യേകം ലൈറ്റ്, ഇപ്പോൾ സെറ്റ് മാറുമല്ലോ, അതിന് വേണ്ടി ലൈറ്റ്. ചില പുറത്ത് നമ്മൾ സൺസെറ്റ് കാണിക്കണമായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രനെ കാണിക്കണം. അപ്പോൾ ആ സെറ്റ് വരുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ലൈറ്റ് വരുന്നത് ഓരോ രംഗത്തിനും, എന്നാലേ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് റിഹേഴ്സലിടുമ്പോൾ തന്നെ 5 രംഗമുണ്ട്, 5 രംഗത്തിന് 5 സെറ്റാണെങ്കിൽ 5 രംഗത്തിനും പ്രത്യേകം ലൈറ്റ്. നമ്മൾ പ്രൊഫഷണൽ ആളാണെങ്കിൽ റിഹേഴ്സലെടുക്കുമ്പോൾ പുതിയ ആൾക്കാർ വന്നാൽ അവരെ ഞങ്ങൾ ട്രെയിൻ ചെയ്യിക്കും. അവരെ വോയിസ് ടെസ്റ്റ് ചെയ്യും, അവരെ ആംഗിൾ ടെസ്റ്റ് ചെയ്യും, അവരെ മൂവ്മെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ചെറിയ ഒച്ചകളൊക്കെ ഞങ്ങൾ കൂടുതൽ ടോപ്പിൽ പറയിപ്പിക്കും, എന്ത് റേഞ്ച് വരെ കിട്ടുന്നു. അങ്ങനെ ഈ പ്രൊഫഷണൽ നാടകം പറ്റുള്ളൂ. അതാണ് അമീച്ചർ നാടകവും പ്രൊഫഷണൽ നാടകമായിട്ട്. ഇപ്പോൾ അമീച്ചർ കൊടുക്കാൻ ബുദ്ധിമുട്ടെന്ന് അറിയാം. പുതിയ പിള്ളേർക്കൊന്നും അറിയാമല്ലോ, വോയിസ് കൺട്രോളിങ് ഇല്ല, വോയിസ് ക്ലാരിറ്റി ഇല്ല, മൂവ്മെൻറ്റ്സ് ഇല്ല, ലൈറ്റ് കട്ടി അത് വർക്ക് ചെയ്യാൻ അറിയാൻ പറ്റില്ല. അതാ അമീച്ചറുമായിട്ടുള്ള വ്യത്യാസം. പ്രൊഫഷണൽ അതല്ല, ട്രെയിൻ ചെയ്യുമ്പോഴേ ഞങ്ങൾ പഠിപ്പിക്കും, എന്നാലേ അവർക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. പിന്നെ അവർ സ്റ്റേജിലേക്ക് കഴിഞ്ഞാൽ ഒന്നും ഒരു പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എങ്ങോട്ട് മൂവ് ചെയ്താലും ഫേസ് വരുന്നത് മൈക്കിനെ ഫേസ് ചെയ്യണം നിർബന്ധമാണ്. അല്ലെങ്കിൽ സൈഡിലോട്ട് പോരെന്ന് പറയും. നമ്മൾ തിരിഞ്ഞെന്ന് പറഞ്ഞു പോയെങ്കിൽ വോയിസ് കിട്ടില്ല. നിങ്ങൾ ഏത് സൈഡിൽ പോയാലും മൈക്കിനെ ഫേസ് ചെയ്ത് പറയണം.